നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഒന്നാം പാപ്പാൻ അടൂർ തെങ്ങമം ഗോകുലം വീട്ടിൽ മുരളീധരൻ നായർ എന്ന 53 വയസ്സുകാരനാണ് മരിച്ചത്. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രി 11:30 മരണം. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനസ്തംഭനാണ് ആക്രമാസക്തനായത്. അതേസമയം കുത്തേറ്റ ആനയുടെ രണ്ടാം പാപ്പാൻ കരുനാഗപ്പള്ളി സ്വദേശി സുനിൽകുമാറിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മണികണ്ഠൻ എന്ന 40 വയസ്സുകാരനാണ്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രവേശിപ്പിച്ച സുനിൽകുമാറിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. മദപ്പാടിലായിരുന്ന ആനയെ അഴിച്ചുമാറ്റുന്നതിനിടയിലാണ് സംഭവം. മാറ്റിക്കെട്ടുന്നതിനിടയിൽ രണ്ടാം പാപ്പാൻ സുനിൽ കുമാറിനെയാണ് ആന ആദ്യം ആക്രമിച്ചത്. സുനിൽകുമാറിനെ ചവിട്ടി പരിക്കേൽപ്പിച്ച ആനയെ തളയ്ക്കുന്നതിനിടയിലാണ് മുരളീധരൻ നായർക്ക് ആനയുടെ കുത്തേറ്റത്. മുരളീധരൻ നായരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആനയുടെ ഒന്നാം പാപ്പാൻ മൈനാഗപ്പള്ളി സ്വദേശി പ്രദീപിനും നിസാര പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. മദപ്പാടിനെ തുടർന്ന് മാർച്ച് മുതൽ സ്കന്ദൻ എന്ന ആനയെ തളച്ചിരിക്കുകയായിരുന്നു. മദക്കാലം കഴിഞ്ഞതിനാൽ ആനയെ അഴിക്കാമെന്ന് 1 മാസം മുൻപ് വെറ്റിനറി ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നിട്ടും ആനയെ അഴിക്കുന്നില്ല എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. ഹരിപ്പാട് ക്ഷേത്രത്തിൽ ആവണി ഉത്സവമാണ്. തിരുവോണത്തിനാണ് ആറാട്ട്. അന്ന് ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് മുന്നോടിയായാണ് ആനയെ അഴിച്ചത് എന്നാണ് അറിയിപ്പ്. ഞായറാഴ്ചയാണ് അഴിച്ചത്. ആദ്യം ആന ക്ഷേത്ര ദർശനം നടത്തി. പിന്നാലെ തന്ത്രി കുടുംബമായ പടിഞ്ഞാറെ പുല്ലാംവഴിയിൽ ആനയെ എത്തിച്ചു. അവിടെ തളയ്ക്കുന്നിടെ പ്രദീപിനെ ആന തട്ടി വീഴ്ത്തി. ഈ സമയം സുനിൽകുമാർ ആനപ്പുറത്തായിരുന്നു. 1 മണിക്കൂറോളം ഇയാൾ ആനപ്പുറത്തിരുന്നു. ശാന്തനായി നിന്ന ആന പെട്ടെന്ന് അക്രമാസക്തനായി സുനിൽകുമാറിനെ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെയിട്ട ശേഷം ചവിട്ടുകയായിരുന്നു. സുനിലിനെ ഉടൻ തന്നെ പരുമലയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. വിവരം അറിഞ്ഞ് സമീപ പ്രദേശത്തുള്ള ആനകൾ എത്തി. പാപ്പാന്മാരെല്ലാവരും ഹരിപ്പാട് എത്തി. ഇവർ ചേർന്ന് ആനയെ സുരക്ഷിതമായി തന്നെ ആനത്തറയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ വരുതിയിലാക്കിയത്. പല്ലുംവഴി വളപ്പിൽ നിന്ന് വലിയ കൊട്ടാരത്തിന് സമീപത്തുള്ള ആനത്തറയിലേക്ക് കനത്ത സുരക്ഷയിൽ ആനയെ നടത്തുകയായിരുന്നു. ഈ സമയം മുരളീധരൻ നായർ ആനപ്പുറത്ത് കയറി. മറ്റു പാപ്പാന്മാർ വടം കൊണ്ട് ബന്ധിച്ചാണ് ആനയെ നടത്തിയത്. വലിയ കൊട്ടാരത്തിന്റെ വടക്കേ വാതിലിനടുത്തെത്തിയപ്പോൾ ആന മുരളീധരൻ നായരെ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെയിട്ട് കുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉടൻ മറ്റു പാപ്പാന്മാർ ചേർന്ന് ആനയെ കൊട്ടാര വളപ്പിലേക്ക് കയറ്റി. ഇതിനിടെ ദേവസ്വം വെറ്റിനറി ഡോക്ടർ ആനയെ മയക്കാനുള്ള മരുന്നും കുത്തിവെച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ കൊട്ടാര വളപ്പിൽ തന്നെ തളയ്ക്കുകയായിരുന്നു.